നന്നായി കോംബ് ചെയ്തതിന് ശേഷം സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. മാക്സിമം കറക്റ്റായി എടുക്കുവാൻ ശ്രമിക്കണം. സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കുക. ഇതുപോലെ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്ത് മാറ്റുക. എന്നതിന് ശേഷം ക്രൗൺ ഏരിയയിൽ ചെറിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന സെക്ഷൻ നന്നായി നീറ്റായി കോംബ് ചെയ്ത് കൊടുക്കുക. ടാങ്കിൾസ് ഒക്കെ മാക്സിമം നീക്കാൻ വേണ്ടി ശ്രമിക്കണം. ക്രൗൺ ഏരിയയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഹെയർ ചെറിയൊരു പഫ് ക്രിയേറ്റ് ചെയ്യുവാനാണ് എടുത്തത്. ചെറിയ രീതിയിൽ ഒരു പഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായി ചെയ്താൽ മതി. ജസ്റ്റ് സ്പ്രേ അടിച്ചു കൊടുക്കുക. മൈൽഡായിട്ടുള്ള സ്പ്രേ വേണം അടിക്കുവാൻ. താഴേക്ക് ഹെയർ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുക. ഓരോ സെക്ഷനും ഇതുപോലെ എടുത്ത് പഫ് ക്രിയേറ്റ് ചെയ്യാം. നല്ല നീറ്റായി കോംബ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വേണം ക്ലിപ്പ് ചെയ്യുവാൻ. ഫ്രണ്ട് സെക്ഷനിൽ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഹെയർ എടുത്ത് ഈ പഫിനോട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ട് സൈഡിൽ നിന്നും ചെയ്യാം. നല്ല നീറ്റായി കോംബ് ചെയ്യണം. എന്നാൽ മാത്രമേ ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സെക്ഷൻ ഇടുക. ബാക്കി ഹെയർ അഴിച്ചു വിടുക. ഈ സെക്ഷൻ നന്നായി കോംബ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രൈഡ് ചെയ്തെടുക്കുക. സാധാ രീതിയിൽ ചെയ്താൽ മതി. താഴെയുള്ള ഹെയർ ഇതിനോട് ചേർത്ത് കൊടുക്കുക. ഓരോ സെക്ഷനും അതുപോലെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. പരമാവധി നീറ്റായിരിക്കാൻ ശ്രമിക്കുക. ഈ വരുന്ന ഭാഗം ചെറുതായി ഒന്ന് വലിച്ചു കൊടുക്കുക. കുറച്ച് ലൂസാക്കി പിടിച്ച് വേണം വലിക്കുവാൻ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ വേണം പിന്നൽ വരുവാൻ വേണ്ടി. ഫിഷ് ബോൺ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഇത്. നോർമൽ ഹെയറിൽ വരുന്നത് പോലെ ഡമ്മിയിൽ ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടില്ല. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറുതായിട്ട് പിന്നുന്ന ഓരോ ലെയറും എടുക്കുക. എന്നാലാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. മാക്സിമം നീറ്റാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായി ടാങ്കിൾസ് റിമൂവ് ചെയ്തതിന് ശേഷമേ ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാവൂ. ഇങ്ങനെ വരുന്ന പോർഷൻ ഉള്ളില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ വലിച്ചു കൊടുത്താൽ അത് കറക്റ്റായിട്ട് വരും. ഓരോന്നായി വലിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരത്തില്ല. ഇതാണ് ഫൈനൽ ലുക്ക്.